കോതമംഗലം വാരപ്പെട്ടി കക്കാട്ടൂർ പാറത്താഴം പ്രദേശത്ത് അനധികൃതമായി പാറ പൊട്ടിച്ച സ്ഥലത്ത് അപകടകരമായ രീതിയിൽ വെള്ളം ഉയർന്നിരിക്കുന്നുവെന്ന് പരാതി. പ്രദേശം ജലബോംബ് പോലെ പ്രദേശവാസികൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികൃതർ കളക്ടർക്ക് പരാതി നൽകി. കക്കാട്ടൂർ പാറമടയിൽ റവന്യൂ പുറമ്പോക്കായി 13 ഏക്കറോളം സ്ഥലമാണുള്ളത്. ഇതിൽ 70 സെന്റ് പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് കൈമാറിയിട്ടുണ്ട്. പാറ പൊട്ടിച്ച് നിരവധി ഗർത്തങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഗർത്തങ്ങളിൽ ഏകദേശം 10 മീറ്ററോളം വെള്ളവുമുണ്ട്. നിരവധി സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന ഈ റോഡിനോട് ചേർന്നുള്ള വെള്ളക്കെട്ട് അപകടകരമായി ഉയരാതിരിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഏകദേശം 25 അടിയോളം താഴെ നീർച്ചാലുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ സാമൂഹ്യവിരുദ്ധർ ഈ ഓടകൾ കോൺക്രീറ്റ് വെച്ച് അടച്ചുവെന്നും വെള്ളമുയർന്ന് ഒരു ജലബോംബായി നിലവിൽ ഇവിടെ മാറിയിരിക്കുകയാണെന്നുമാണ് പരാതി ഉയർന്നിരിക്കുന്നത്. റവന്യൂ പറമ്പോക്കായി ഏതാണ്ട് 13 ഏക്കറോളം സ്ഥലമാണുള്ളത്. സർക്കാർ ലീസായും അല്ലാതെയും അവിടെ പാറ പൊട്ടിച്ച് അതിഗർത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 10 മീറ്ററോളം ഗർത്തങ്ങളിൽ വെള്ളം പൊങ്ങി PWD റോഡ് കടന്നു പോകുന്ന സൈഡിലാണിത്. അതിനകത്ത് 70 സെന്റ് സ്ഥലം പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് കൈമാറിയിട്ടുണ്ട്. ആ സ്ഥലത്തും മറ്റു പ്രദേശങ്ങളിലും വെള്ളം ഒലിച്ചു പോകുന്നതിനു വേണ്ടി നേരത്തെ തന്നെ ഓട അതിൻ്റെ അടിയിൽ കൂടി പാറ തുളച്ച് ഓട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് സാമൂഹ്യ വിരുദ്ധർ അടച്ച് അവിടെ 10 മീറ്ററോളം വെള്ളം പൊങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നിരവധിയായ സ്കൂൾ ബസ് അടക്കമുള്ള നിരവധിയായ വാഹനങ്ങൾ കടന്നു പോകുന്ന കാലാമ്പൂർ മൈലൂർ വട്ടക്കുടിപ്പിടിയ റോഡ് ഏത് സമയത്തും ജനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത് പഞ്ചായത്ത് കമ്മിറ്റി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ മത്സ്യകൃഷി ചെയ്തിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ മത്സ്യകൃഷിയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതും വെള്ളം പൊങ്ങി വെള്ളപ്പൊക്കമുണ്ടായി അപ്പുറത്തേക്ക് ഒലിച്ചു പോകാനും ഇത്രയേറെ ഒരു വെള്ള ബോംബാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇത് തള്ളിപ്പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ തടങ്ങളിലുള്ള മുഴുവൻ വീടുകൾക്കും നാശം സംഭവിക്കാനും സാധ്യതയുണ്ട്. പഞ്ചായത്തിന്റെയും മത്സ്യഫെഡിന്റെയും സഹായത്തോടെ ഇവിടെ 2018 മുതൽ മത്സ്യകൃഷിയും ചെയ്തിരുന്നു. പക്ഷേ വെള്ളം ഉയർന്നതോടെ മീനുകൾ തൊട്ടടുത്ത പ്രദേശത്തേക്ക് ചാടിപ്പോകുന്ന അവസ്ഥയാണ്. ഓടകൾ അടച്ചതോടെ മണ്ണിട്ട് ഉയർത്തി. എന്നാൽ അതും ഫലപ്രദമായില്ല. ഇതോടെ 8 ലക്ഷത്തോളം രൂപ ലോൺ എടുത്തു തുടങ്ങിയ മത്സ്യകൃഷിയും ഇപ്പോൾ നഷ്ടത്തിലാണ്. ഇവിടെ പാട്ടത്തിനടുത്താണ് ഞാൻ മത്സ്യകൃഷി ചെയ്ത് തുടങ്ങിയത്. നമുക്കിത് 5-8 ലക്ഷം രൂപ മുടക്കുന്നുണ്ട്. പിന്നെ മത്സ്യഫെഡിൻ്റെ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ വെള്ളം താഴെ പാറക്കുഴിയിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഹോള് ആയത് സാമൂഹ്യ വിരുദ്ധർ അടച്ചു വെച്ചത് കൊണ്ട് വെള്ളം കമ്പിച്ച് നിൽക്കുകയും നമ്മുടെ പാറക്കുഴിയിൽ നിന്ന് വെള്ളം ഒഴുകി പോകാതെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മീൻ ചാടിപ്പോവുകയാണ് താഴെ കുഴികളിലേക്ക്. അപ്പോൾ താഴെ വേറെ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു നിർവാഹമില്ല. പിന്നെ നമ്മൾ 10-35,000 മുടക്കി ഇവിടെ ബണ്ട് കെട്ടിയാലും വെള്ളം പിന്നെയും എത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത് എന്തായാലും അറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവർ ഇത് അടച്ചു വയ്ക്കുന്നതിന് വാൽവ് തുറന്ന് പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാറമടയ്ക്ക് താഴെയുള്ള നിരവധി വീടുകൾ നിലവിൽ അപകട ഭീഷണിയിലാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികൃതർ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നീരൊഴുക്ക് പുനഃസ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ആവശ്യം. അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയെന്ന് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉള്ളപ്പോൾ ഇത് പരിഹരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ നീരൊഴുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനും ഈ അപകടം ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനവും കത്തും കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞ അടിയന്തര നടപടി സ്വീകരിക്കാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് ഉറപ്പ് തന്നിട്ടുള്ളത്. അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായും ഇത് അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.